ഓം ശ്രീ മഹേശ്വരിയെ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും. അതുപോലെ തന്നെ ദേവീ കടാക്ഷം, ദേവിയുടെ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ, എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൈഷ്ണവ പുഷ്പങ്ങൾ, അതായത് വിഷ്ണുവിന് പൂജിക്കാൻ ഉപയോഗിക്കുന്ന ഉത്തമ പുഷ്പങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കിയത്. അപ്പോൾ ഇന്ന് നമുക്ക് ശിവഭഗവാനെ പൂജിക്കാനായിട്ട് ഏതൊക്കെ പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ശിവന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്ന കൂവളത്തിൻ്റെ ഇല വളരെ വിശിഷ്ടമാണ് അല്ലേ. കൂവളത്തില കൊണ്ട് ഒരു അർച്ചന, ഒരു കൂവളമാലയൊക്കെ ചാർത്തിയാൽ ഒരുപാട് നല്ലതാണ്, വളരെയധികം സദ്ഫലങ്ങൾ കിട്ടുന്നതാണ്. ബാക്കി വേറെ ഏതൊക്കെ പുഷ്പങ്ങളാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. എരിക്കിൻ പൂവ് വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എരിക്കിൻ പൂവ് അത് സാധാരണ വീട്ടുമുറ്റത്താരും അത് നട്ട് വളർത്താറില്ല. പക്ഷേ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിന് പുറത്തായിട്ടൊക്കെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു എരിക്ക് നട്ട് വെച്ചാൽ നമ്മൾ തിങ്കളാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമൊക്കെ ശിവനെ കാണാൻ പോകുമ്പോൾ 2 പൂ വരച്ചുകൊണ്ടുപോയി കൊടുത്താൽ വളരെ വിശേഷമാണ്. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് കൂവളവും എരിക്കിൻ പൂവൊക്കെ. ഇനി മറ്റുള്ള പുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ കരവീരൻ, താമരയൊക്കെ നമ്മളെന്നും വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന പുഷ്പങ്ങളാണ്. അതിപ്പം എല്ലാവർക്കും എന്നും താമരപ്പൂവൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം സാധിക്കാവുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പൂക്കളുടെ കൂട്ടത്തിൽ ഏതൊക്കെ നമുക്ക് നട്ട് വളർത്താൻ പറ്റുമെന്ന് നോക്കാം. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്ന ഉമ്മത്തിൻ പൂവാണ്. ഉമ്മത്തിൻ പൂവ് ഈ വഴിയരികിലും ചതുപ്പ് നിലങ്ങളിലും വെറുതെ കിടക്കുന്ന, കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിലൊക്കെ നമുക്ക് കാണാം. അത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വിഷമാണ് അതിൻ്റെ കായും പൂവുമെല്ലാം. വൻകൊന്ന, അതും നമുക്കിപ്പോൾ കാണാൻ കിട്ടാത്ത ഒരു പൂവാണ്. ചുവന്ന മന്ദാരം, അത് നമ്മൾ നട്ട് വളർത്തുന്ന വെള്ളത്താമര, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുന്ന ഒരു പൂവാണ് വെള്ളത്താമര. തുളസി നമ്മുടെ വീട്ടുമുറ്റത്ത് വളരെ ഒരു ചട്ടിയിൽ നട്ട് വളർത്താൻ പറ്റും. തന്നെയല്ല, തുളസി ഒരു വീടിൻ്റെ ഐശ്വര്യമാണ്. അശോകം, ചമ്പകം, ഇതൊക്കെ വളരെ വലിയ മരങ്ങളാകുന്ന പൂക്കളാണ്. മരങ്ങളായിട്ട് പുഷ്പിച്ച് നിൽക്കുന്ന വർഗത്തിൽപ്പെട്ടതാണ് ചെമ്പകവും അശോകവും എല്ലാം. കൽത്താമര, കൊക്കുമന്താരം, പിന്നെ ഇലഞ്ഞിയും വലിയ മരമായിട്ട് പിന്നെ അതൊക്കെ സർപ്പകാവുകളിലൊക്കെ കണ്ടിരുന്നതാണ്. ഇപ്പം അതും നമുക്ക് കാണാനില്ല. അമ്പലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലായി, ഇത്ര തന്നെ സുലഭമല്ല ഇതൊന്നും. പിന്നെ മുല്ല നമുക്ക് അറിയാം, നമുക്ക് നട്ട് വളർത്താവുന്ന ചെടിയാണ്. പ്ലാശ്, പിച്ചകവും നമുക്ക് നട്ട് വളർത്താം. ഓരിലത്താമര, ദർഭ, മക്കിപ്പൂവ്, കടലാടി, കറുകക്കൂമ്പ്, അതുപോലെ തന്നെ മുക്കുറ്റി, വലിയ കർപ്പൂര തുളസി, നാഗം, പുന്നാഗം, നന്ദ്യാർവട്ടം, നീർമാതളം, ജമന്തി, കരിങ്കറുക, മന്ദാരം, കുങ്കുമം, കരിങ്കൂവളം, വൻകൊന്ന, കടമ്പ്, കൂവളം, നീലത്താമര, ഇവയെല്ലാം ശൈവ പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. ഇതിൽ നമുക്കറിയാം നന്ദ്യാർവട്ടം എല്ലാം നമുക്ക് നന്ദ്യാർവട്ടം, തുളസി, അതുപോലെ ഈ മന്ദാരമൊക്കെ നമുക്ക് വീട്ടിൽ നട്ട് വളർത്താവുന്നതാണ്. മന്ദാരവും നമ്മുടെ ഇവിടെ അധികം ആരും അകത്തെ പൂജയ്ക്ക് എടുക്കാറില്ല. പിന്നെ അടുത്തത് എരിക്കിൻ പൂവ് ധാരാളമായിട്ട് കിട്ടുന്നതാണത്. അതൊന്നും നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതല്ല, നമ്മൾ നട്ട് വളർത്തി കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ്. നന്ദ്യാർവട്ടം പോലെ തന്നെ എരിക്കും വളരെ സുലഭമായിട്ട് പെട്ടെന്ന് വളർന്നു വരുന്ന ചെടിയാണ്. ഇനി അടുത്തത് ദേവിക്ക് അർച്ചനയ്ക്ക് ഉപയോഗിക്കുന്ന, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ ഏതാണെന്ന് നോക്കാം. വെള്ളത്താമര, ചുവന്ന താമര, ചെങ്ങഴിനീർപ്പൂവ്, കരിങ്കൂവളപ്പൂവ്, ഉച്ചമലരി, കാട്ടുമുല്ല, പുന്നപ്പൂവ്, നാഗപ്പൂവ്, പിച്ചകം, കുരുക്കുത്തിമുല്ല, മഞ്ഞക്കുറിഞ്ഞി, ഇരുവാച്ചിമുല്ല, തിരുതാളി, പാതിരാപ്പൂവ്, കൂവളത്തില, അശോകം, സ്വർണ്ണമലരി, മുഞ്ഞ, ഉമ്മത്തിൻ പൂവ്, മന്ദാരം, കറുക, നന്ദ്യാർവട്ടം, കൃഷ്ണക്രാന്തി, ഇവയെല്ലാം ദേവിക്ക് പൂജയ്ക്കും അർച്ചനയ്ക്കും ഉപയോഗിക്കുന്ന പുഷ്പങ്ങളാണ്. അപ്പോൾ നമ്മൾ വൈഷ്ണവ പുഷ്പങ്ങൾ ഏതൊക്കെയാണ്, ശൈവ പുഷ്പങ്ങൾ ഏതൊക്കെയാണ്, ശാക്തേയ പുഷ്പങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി. ശാക്തേയം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ദേവി ഉപാസനയ്ക്ക്, ദേവി അർച്ചനയ്ക്ക് ഉപയോഗിക്കുന്ന, ദേവി പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും
നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയും മതി. ഇനി അടുത്ത കൂടുതൽ പുഷ്പങ്ങളെ പറ്റി അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.